الحمد لله حمدا يوافي نعمه ويكافي مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളും വിശ്വാസിനികളുമായ സഹോദരീ സഹോദരന്മാരെ, പ്രപഞ്ചപരിപാലകനായ പരമദയാലുവായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ സന്ദർഭങ്ങളിലും ഓർത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ആവുന്നത്ര പ്രാവർത്തികമാക്കാൻ പരിശ്രമിച്ചുകൊണ്ട് അവൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിച്ച് മരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ചെറുതും വലുതുമായ ഓരോ കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ നമുക്കുണ്ടാകേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിൻ്റെ അരികിൽ നമ്മുടെ അമലുകൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ അത് കളങ്കമേശാത്ത കീഴ്വണക്കത്തോടു കൂടിയായിരിക്കണം അള്ളാഹുവിന് നമ്മളത് സമർപ്പിക്കേണ്ടത്. വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ ഹുനഫാഅ വയുഖീമുസ്സലാത്ത വയുത്തുസ്സകാത്ത വദാലിക ദീനുൽ ഖയ്യിമ. ഈ ദീനിൻ്റെ സവിശേഷതയായി പ്രത്യേകതയായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യമാണ് വദാലിക ദീനുൽ ഖയ്യിമ എന്നാണ്. വക്രതയില്ലാത്ത വിശുദ്ധമായ ജീവിത വ്യവസ്ഥയാണ് നമ്മുടെ ഈ ദീൻ. അതുകൊണ്ട് തന്നെ നിങ്ങളത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ എന്നാണ്. വക്രതയില്ലാത്ത മനസ്സുള്ളവരായിക്കൊണ്ട് കീഴ്വണക്കം അള്ളാഹുവിന് മാത്രം നിഷ്കളങ്കമാക്കിക്കൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുവാൻ, ആരാധനകൾ ശ്രേഷ്ഠമായ ആരാധനാകർമ്മമായ വയുഖീമുസ്സലാ വയുത്തുസ്സകാ, നിങ്ങൾ നിർബന്ധമായ ദാനം അത് നൽകുവാനും അതേപോലെ തന്നെ നമസ്കാരം നിഷ്ഠയോടുകൂടി നിലനിർത്തുവാനുമൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത് എന്ന്. നമ്മളോട് കൽപ്പിക്കപ്പെട്ട അടിസ്ഥാനപരമായ കാര്യങ്ങളെ എவ்விதം അത് നിർവഹിക്കണമെന്നതാണ് ഈ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ചു തരുന്നത്. സൂറത്തു സുമറിലെ 3-ാമത്തെ സൂക്തത്തിൽ തന്നെ
അള്ളാഹു പറയുന്നുണ്ട്, അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്, കളങ്കമേശാത്ത കീഴ്വണക്കം അത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ് എന്നാണ്. ഒരു വിശ്വാസിയുടെ മനസ്സിൽ നിന്നുണ്ടാകേണ്ട നിഷ്കളങ്കമായ ഈമാൻ, അവൻ്റെ മനസ്സിൽ നിന്നുണ്ടാകേണ്ട തേട്ടം, അവൻ്റെ വിശ്വാസത്താൽ പ്രചോദിതമായി അവൻ നിർവഹിച്ചു കൊണ്ടിരിക്കേണ്ട ആരാധനാകർമ്മങ്ങൾ, അവൻ്റെ ജീവിതത്തിൻ്റെ ഓരോരോ പ്രവർത്തനങ്ങളും, അവൻ സ്വന്തം ഭക്ഷണം കഴിക്കുന്നതും മറ്റുള്ളവരെ ഭക്ഷണം ഊട്ടുന്നതും വരെ എത്രയെത്ര കാര്യങ്ങളാണ് ജീവിതത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിനുണ്ടാകേണ്ട വിശുദ്ധിയെക്കുറിച്ചാണ് ഈ ആയത്തുകളിലൂടെയൊക്കെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. പേരിനും പെരുമയ്ക്കും വേണ്ടിയോ അല്ലെങ്കിൽ ഖ്യാതി നേടാൻ ആഗ്രഹിച്ചുകൊണ്ടോ ശ്രുതി വരത്താൻ വേണ്ടിയോ ഒന്നും ആകരുത് നമ്മുടെ ഒരു പ്രവർത്തനവും. ഭക്ഷണം കൊടുക്കുന്നതിനെ കുറിച്ച് ഖുർആൻ സംസാരിച്ചിടത്ത് പറയുന്നുണ്ട്, വയുത്ഇമൂന ത്വഅമ അലാ ഹുബ്ബിഹി മിസ്കീനം വയതീമം വഅസീറ. അനാഥർക്കും പാവങ്ങളായ ആളുകൾക്കും ബന്ധനസ്ഥരാക്കപ്പെട്ട തടവുകാർക്കുമൊക്കെ അവർ ഭക്ഷണം കൊടുക്കുന്നു. ആ ഭക്ഷണം കൊടുക്കുമ്പോൾ അവർ ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ, നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രത്യുപകാരമോ പ്രതിഫലമോ ഒരു നന്ദി വാക്കോ പോലും ഞങ്ങളുടെ ഈ കർമ്മങ്ങൾ കൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നതായിരിക്കും അവരുടെ മനസ്ഥിതി എന്നാണ് ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിൽ നിന്നും ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. അദ്ദേഹം തൻ്റെ സുഹൃത്തുക്കളായ സഹാബിമാരോടൊത്ത് മസീഹുദ് ദജ്ജാലിൻ്റെ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് നബി തിരുമേനി അവരുടെ അരികിലേക്ക് കടന്നു വരുന്നത്. ഇത് കേട്ടുകൊണ്ട് റസൂലുള്ളാഹി അവരോട് പറയുന്നുണ്ട്, അലാ ഖുബിറുക്കും ബിമാ ഹുവ അഖ്വഫു അലൈക്കും ഇൻദി മിനൽ മസീഹിദ് ദജ്ജാൽ. നിങ്ങൾ ഈ ചർച്ച ചെയ്യുന്ന മസീഹുദ് ദജ്ജാൽ നിങ്ങൾക്ക് വരുത്തുന്ന വിപത്തിനേക്കാൾ വലിയ ഒരു വിപത്ത് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്നാ റസൂൽ പറഞ്ഞത്. ഫഖുൽനാ ബലാ യാ റസൂലല്ലാഹ്. അവർ പറഞ്ഞു, പ്രവാചകരെ അങ്ങനെയാകട്ടെ. ഫഖാൽ, ആ സന്ദർഭത്തിൽ പ്രവാചകൻ പറയുന്നു, അശ്ശിർക്കുൽ ഖഫിയ്യു, ഗോപ്യമായ ശിർക്കാകുന്നു അത്. പ്രവാചകൻ അതിനെക്കുറിച്ച് വിശദീകരിച്ചത് ഇങ്ങനെയാണ്, യഖൂമർ റജുലു യുസല്ലി. എന്താണ് അശ്ശിർക്കുൽ ഖഫി എന്ന് പറഞ്ഞാൽ? ഒരാളിങ്ങനെ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നു, ഫയുസയ്യിനു സ്വലാത്തഹു ലിമാ യറാ മിൻ നദരി റജുലി ഇലൈഹി. ആ നമസ്കരിക്കുന്ന വ്യക്തിയെ മറ്റുള്ള ആളുകൾ നോക്കുന്നുണ്ട് എന്ന് അയാൾക്ക് വിചാരമുണ്ടാകുമ്പോൾ അയാളുടെ നമസ്കാരത്തെ ഒന്ന് മോടി കൂട്ടുന്നു, സീനത്ത് ആക്കുന്നു നിസ്കാരത്തെ. എന്ന് പറഞ്ഞാൽ റുക്കൂഅ്, സുജൂദ്, ഇനി ഉറക്കെ ഓതുന്ന നിസ്കാരാണെങ്കിൽ അതൊന്ന് ഭംഗിയാക്കി ഓതിക്കൊണ്ടൊക്കെ മറ്റുള്ളവരെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഈ ആരാധന സമർപ്പിക്കുന്ന ഒരു രീതിയാകുന്നു അശ്ശിർക്കുൽ ഖഫീ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പ്രവാചകൻ അതിനെ അശ്ശിർക്കുൽ അസ്ഗർ, ചെറിയ ശിർക്ക് എന്ന രീതിയിൽ പറയുന്നുണ്ട്. അതാണ് റിയ, മറ്റുള്ളവർ കാണാൻ വേണ്ടി നമ്മൾ ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ പറയുകയുണ്ടായി, അൽ യസീറു മിനൽ റിയാഇ ശിർക്കുൻ എന്നാണ്. ഈ റിയായിൽ നിന്ന്, ലോകമാന്യം, അതിൽ നിന്ന് അല്പം തന്നെയെങ്കിലും നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിലൂടെ ശിർക്ക് ഉടലെടുക്കുകയാണ് ചെയ്യുന്നത് എന്ന്. കാരണം നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ആരെ തൃപ്തിപ്പെടുത്താനാണ്? അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ. ആരെ കാണിക്കാനാണ്? അള്ളാഹുവിനെ കാണിക്കാൻ. ആരുടെ ഇഷ്ടം ആഗ്രഹിച്ചുകൊണ്ടാണ്? അള്ളാഹുവിൻ്റെ ഇഷ്ടം ആഗ്രഹിച്ചുകൊണ്ട്. അപ്പം നിങ്ങൾ അത് മറ്റുള്ളവരെ കാണിക്കാൻ, മറ്റുള്ളവരുടെ ആഗ്രഹം, മറ്റുള്ളവരുടെ നല്ല അഭിപ്രായം ആഗ്രഹിച്ചുകൊണ്ട്, അവരുടെ ഇഷ്ടം പ്രതീക്ഷിച്ചുകൊണ്ട് ഒക്കെയാണ് നിങ്ങളത് ചെയ്യുന്നതെങ്കിൽ അള്ളാഹുവിന് സമർപ്പിക്കേണ്ട ഇത് മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾ പങ്കുവെക്കുകയാണ്. അതാണ് അതിലൂടെ അശ്ശിർക്കുൽ ഖഫീ കടന്നു വരുന്നത് എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്നിട്ട് അവിടുന്ന് പറയുകയുണ്ടായി, വമൻ ആദാ ഔലിയാ അല്ലാഹി ഫഖദ് ബാറസല്ലാഹ ബിൽ മുഹാറബ. അള്ളാഹുവിൻ്റെ മിത്രങ്ങളോട് ആരെങ്കിലും ശത്രുത വെച്ച് പുലർത്തുകയാണെങ്കിൽ
അള്ളാഹുവിനോട് തന്നെയാണ് നേർക്കുനേരെ അവർ യുദ്ധം പ്രഖ്യാപിക്കുന്നത് എന്നാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇന്നല്ലാഹ യുഹിബ്ബുൽ അബ്റാറൽ അത്ഖിയാ അൽ അഖ്ഫിയാ. അള്ളാഹു ഇഷ്ടപ്പെടുന്നത് ആരെയാണെന്നോ? അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് രഹസ്യമായി കർമ്മങ്ങൾ ചെയ്ത് കഴിയുന്ന ഭക്തന്മാരെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നത് എന്നാണ്. നല്ല നല്ല പുണ്യപ്രവർത്തനങ്ങൾ ചെയ്യുന്ന മനുഷ്യന്മാരുണ്ടാകും. പക്ഷേ അവർ അത് ആരും കാണാതെ എല്ലാവരിൽ നിന്നും മറച്ചു വെച്ചുകൊണ്ട് എൻ്റെ ഈ പ്രവർത്തനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രം കണ്ടാൽ മതി എന്ന മനസ്ഥിതിയോടുകൂടി അത് ചെയ്യുമ്പോഴാണ് ശരിക്ക് അള്ളാഹുവിൻ്റെ അരികിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഇബാദത്തായി അല്ലെങ്കിൽ സൽക്കർമ്മമായി അത് മാറുന്നത് എന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വചനത്തിലൂടെ നമ്മെ പഠിപ്പിച്ചു തരുന്നത്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞത് വല്ലദീന ഇൻ ഗാബു ലം യുഫ്തഖദു എന്നാണ്. അത്തരക്കാരായ ആളുകളുടെ അസാന്നിധ്യത്തിലും അവർ നമുക്ക് മിസ്സാവുകയില്ല. നമ്മുടെ സദസ്സുകളിൽ അവരില്ലെങ്കിലും അവരുടെ കർമ്മങ്ങളുടെ അനന്തരഫലങ്ങൾ, ഇവിടെ വരുത്തി വെക്കുന്ന നന്മകളുടെ ഉപകാരങ്ങൾ സമൂഹം എന്നും അത് അനുഭവിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. അപ്പോൾ വൈൻ ഹളറു ലം യുറഫു, അതേപോലെ തന്നെ അവരുടെ സാന്നിധ്യത്തിലും നിങ്ങൾക്ക് അത്തരക്കാരായ ആളുകളെ തിരിച്ചറിയുകയില്ല എന്നാണ്. കർമ്മങ്ങൾ ചെയ്യുമ്പോൾ എല്ലാവരെയും ഒന്നും കാണിച്ച് അത് ചെയ്യണം എന്നുള്ള ഒരു മനസ്ഥിതി വരുമ്പോഴാണ് പ്രകടനപരത അതിൽ കടന്നു വരുന്നത്, കാട്ടിക്കൂട്ടലുകൾ ഉണ്ടാകുന്നത്, ബഹളങ്ങളും കോലാഹലങ്ങളും ഉണ്ടാകുന്നത്. അതൊന്നുമില്ലാതെ അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ വജ്ഹിനെ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന ആളുകളുടെ സ്വഭാവമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തരുന്നത്. നമുക്കറിയാം, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പേരക്കുട്ടിയായിരുന്ന സൈനുൽ ആബിദീൻ ഇബ്നു ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു, അദ്ദേഹം മരണപ്പെട്ട സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ മയ്യത്ത് കുളിപ്പിച്ച ആളുകൾക്കൊക്കെ അത്ഭുതമായി. കാരണം അദ്ദേഹത്തിൻ്റെ ഇരു ചുമലുകളിലും അവർ വലിയ ചുമടുകൾ വഹിച്ച തഴമ്പുകളാണ് കണ്ടത്. മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചുമലിൽ പുറത്ത് നല്ല തഴമ്പ്, വലിയ വലിയ മരമൊക്കെ ലോഡിങ്ങാരുടെയൊക്കെ ചുമലുകളിൽ കാണുന്ന അധ്വാനത്തിൻ്റെ പാടും പകർച്ചയുമുള്ള തഴമ്പുണ്ടല്ലോ, അതുപോലുള്ള തഴമ്പ്. എങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ പുറത്ത് ഇങ്ങനെയുള്ള തഴമ്പ് കാണുന്നത്? അവർ അത്ഭുതപ്പെട്ടു. കാരണം അങ്ങനെ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തെ കണ്ടിട്ടില്ല, നാട്ടുകാരും കണ്ടിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ മയ്യത്ത് കുളിപ്പിച്ചു, മറമാടി 1-2 ദിവസങ്ങൾ ഇങ്ങനെ കഴിയുമ്പോഴാണ് മദീനയിലെ പ്രാന്തപ്രദേശങ്ങളിലൂടെ കുറച്ചാളുകൾ ഒരു കുഗ്രാമത്തിൽ നിന്നിങ്ങനെ നടന്നു വരുന്നുണ്ട്. അവർ വന്നുകൊണ്ട് മദീനക്കാരോട് പറയുകയാണ്, ഞങ്ങളിപ്പോൾ കുറച്ച് കഷ്ടപ്പാടിലാണ്, ഞങ്ങൾ പ്രയാസം അനുഭവിക്കുന്നുണ്ട്, ഞങ്ങൾ പട്ടിണിയുടെ വക്കിലെത്തിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾക്ക് ഈ ഭക്ഷണ വിഭവങ്ങളൊക്കെ ഞങ്ങൾ കിടന്നുറങ്ങിയാൽ രാത്രിയിൽ ഞങ്ങൾക്ക് എത്തിച്ചു തരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ആരാണത് കൊണ്ടുവന്ന് തരുന്നതെന്നും ഞങ്ങൾ അന്വേഷിച്ച് പോകാറില്ല. ഇപ്പൊ 2-3-4 ദിവസമായി ഞങ്ങൾക്കത് കിട്ടുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് മദീനക്കാരായ അദ്ദേഹത്തിന് മയ്യത്ത് കുളിപ്പിച്ച ആളുകൾക്ക് ബോധ്യമായത്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ പേരക്കുട്ടി ആരും കാണാതെ സ്വന്തം ചുമടുകൾ എടുത്തുകൊണ്ട് പാവങ്ങളായ അർഹരായ ആളുകളെ കണ്ടെത്തി അവരുടെ വീടിൻ്റെ ഉമ്മറപ്പടികളിൽ സഹായം എത്തിച്ചു കൊടുത്തിരുന്നു എന്നാണ്. നോക്കൂ നിങ്ങൾ, ഇങ്ങനെയുള്ള ഈ ഭക്തരായ ആളുകളെ കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നല്ലാഹ യുഹിബ്ബുൽ അബ്റാറൽ അത്ഖിയാ അൽ അഖ്ഫിയാ. എന്ത് കാര്യങ്ങൾ ചെയ്താലും ആരെയും കാണിക്കാതെ സ്വകാര്യമായി ചെയ്യുന്ന, എന്നാൽ അവർ ഭക്തരായ പുണ്യവാന്മാരായ ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ അസാന്നിധ്യത്തിൽ പോലും അവരുടെ ഉപകാരങ്ങൾ നമുക്ക് മിസ്സാവുകയില്ല. അവരില്ലെങ്കിലും ഉപകാരങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുമെന്നാണ്, കാണണമെന്നില്ല. വൈൻ ഹളറു ലം യുറഫു, അത്തരക്കാരായ ആളുകൾ ഇനി അവരുടെ സാന്നിധ്യം നമ്മുടെ സദസ്സുകളിൽ അവർ ഉറപ്പിക്കുന്നുണ്ടെങ്കിലും ആരാണ് അവർ എന്ന് നമുക്ക് വ്യക്തമാവുകയുമില്ല. റസൂൽ പറയുന്നു, ഖുലൂബുഹും മസാബീഹുൽ ഹുദാ, അവരുടെ മനസ്സുകൾ മാർഗദീപങ്ങളാണ്. അങ്ങനെ
അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ഇഖ്ലാസോടുകൂടി കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത്. യഖ്റുജൂന മിൻ കുല്ലി ഖബ്റാഅ മുദ്ലിമ, പൊടിപുരണ്ട എല്ലാ ഇരുൾ മുറ്റിയ ഇടങ്ങളിലും അത്തരം ആളുകൾ തങ്ങളുടെ ജീവിതത്തിലൂടെ വെളിച്ചം പ്രസരിപ്പിക്കുന്നു, മറ്റുള്ളവർക്ക് അത് ഉപകാരമായി ഭവിക്കുന്നു എന്നാണ് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ ഏത് കാലഘട്ടത്തിലും വിശ്വാസികളായ നമ്മൾ ശ്രദ്ധിക്കേണ്ട മഹനീയമായ സവിശേഷമായ ഒരു ഗുണമാണിത്. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയകളിലൊക്കെ പല ടൂളുകളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. വാട്സാപ്പ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ട്വിറ്റർ ഉണ്ട്, അതിൽ തന്നെ റീൽസ് ഉണ്ട്, സ്റ്റോറി ഉണ്ട്. ഇപ്പോൾ അത് നമ്മുടെ ജീവിതത്തിന്റെ നിത്യജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറുകയാണ്. മനുഷ്യന്റെ ജീവിതത്തിൽ സ്വന്തം സ്വകാര്യതകളെപ്പോലും പരസ്യപ്പെടുത്തി നാലാള് കാണട്ടെ എന്ന നിലയിൽ ഇതൊക്കെ ആഘോഷിക്കുന്ന ആളുകളെയും നമുക്ക് കാണാൻ കഴിയും. സ്വകാര്യത എന്ന ഒന്ന് ഇല്ലാതായി തീരുകയാണിപ്പോൾ. ഈ കാര്യങ്ങളൊക്കെ വിശ്വാസികളായ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട ചില കാര്യങ്ങളുണ്ടാകും, അറിയിക്കേണ്ട കാര്യങ്ങളുണ്ടാകും. നമ്മൾ സമൂഹത്തിൽ നടക്കുന്ന നന്മകൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിയാൽ അവർക്കൊരു മോട്ടിവേഷൻ, ഒരു പ്രചോദനം അത് മുഖേന ഉണ്ടാവുകയാണെങ്കിൽ അത് ഗുണകരമായ ഒരു കാര്യം തന്നെയാണ്. അതല്ലാത്ത രീതിയിലാണ് നമ്മൾ അതെല്ലാം കളക്ട് ചെയ്തുകൊണ്ട് ഈ പരസ്യ പലകകളിലൊക്കെ നമ്മൾ അത് പരസ്യപ്പെടുത്തുന്നത് എങ്കിൽ നമ്മുടെ അമലുകൾ ചോർന്നു പോകുന്നതിനെ കുറിച്ച് ശ്രദ്ധിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി ഉണർത്താനുള്ളത്. ഇത്തരം റിയാഉകളെ, പ്രകടനപരതകളെ അത് നമ്മുടെ ജീവിതത്തിലേക്കും അമലുകളിലേക്കും ആരാധനകളിലേക്ക് വരെ കടന്നു വരുന്നത് നമ്മൾ സൂക്ഷിക്കണം. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സ്വല്ലാ യുറായി ഫഖദ് അശ്റക, മറ്റുള്ളവർ കാണാൻ വേണ്ടി ഒരാൾ നമസ്കരിക്കുകയാണെങ്കിൽ അവന്റെ ആരാധനയിലേക്ക് ശിർക്ക് കടന്നു വരുന്നു എന്നാണ്. നമ്മൾ അറിയാതെ ഈ ശിർക്ക് നമ്മുടെ ഇബാദത്തുകളിലേക്ക് കടന്നു വരുന്നതിനെ നമ്മൾ ശ്രദ്ധിക്കണം. വമൻ യുറായി ഫഖദ് അശ്റക, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ് ഒരാൾ നോമ്പനുഷ്ഠിക്കുന്നത് എങ്കിൽ അവൻ ശിർക്ക് ചെയ്തു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വമൻ തസദ്ദഖ യുറായി ഫഖദ് അശ്റക, ഇനി ഒരാൾ ധർമ്മം നൽകുന്നതും അത് മറ്റുള്ളവർ കാണട്ടെ, ഞാനൊരു നല്ല ധർമ്മിഷ്ഠനാണ്, ഉദാരനാണ് എന്ന് ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് നിങ്ങളുടെ ദാനധർമ്മങ്ങൾ എങ്കിൽ ഫഖദ് അശ്റക, അവൻ ശിർക്ക് ചെയ്യുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെ തന്നെ നമസ്കാരത്തെക്കുറിച്ച്, സക്കാത്തിനെ കുറിച്ച്, ഇത്രത്തോളം എന്ന് വെച്ചാൽ ജിഹാദിനെ കുറിച്ച് പോലും സംസാരിക്കുന്നിടത്ത്, ജിഹാദ് എന്ന് പറഞ്ഞാൽ സ്വന്തം ജീവനും ജീവിതവും അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലിദാനം ചെയ്യുന്ന ഒരു വലിയ ത്യാഗപൂർണമായ സമർപ്പണമാണ്. ആ സന്ദർഭത്തിൽ പോലും മനുഷ്യന്റെ മനസ്സ് പതറിപ്പോകും, തെറ്റിപ്പോകും. എൻ്റെ ധീരത, എൻ്റെ ശക്തി, എൻ്റെ ശൂരത ഇത് മറ്റുള്ളവർ അറിയട്ടെ എന്നൊരു മനസ്സുണ്ടാവുകയാണെങ്കിൽ ആ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയോളം അത് വരുമെന്ന് റസൂലുള്ളാഹി പറയുന്നുണ്ട്. വലാ തകൂനൂ കല്ലദീന ഖറജൂ മിൻ ദിയാരിഹിം ബത്തറൻ വരിആ അന്നാസ്, അഹങ്കരിച്ചും ലോകമാന്യതയ്ക്കും വേണ്ടി സ്വന്തം ഭവനങ്ങളിൽ നിന്ന് യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി പുറപ്പെടുന്നവരെ പോലെ നിങ്ങളാകരുതേ എന്നാണ് ഖുർആൻ വിശ്വാസി സമൂഹത്തെ ഉണർത്തുന്നത്. വല്ലദീന യുൻഫിഖൂന അംവാലഹും റിആ അന്നാസ്, ജനങ്ങൾ കാണാൻ വേണ്ടി സമ്പത്ത് ചെലവഴിക്കുന്ന ആളുകൾ. വലാ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തിലും അല്ലാഹുവിലും അവർ വിശ്വസിക്കാത്തവരാണ്. വമൻ യകുനി ശൈത്വാനു ലഹു ഖരീന ഫസാഅ ഖരീന, പിശാച് വല്ലവന്റെയും സുഹൃത്തായി തീർന്നാൽ ആ സുഹൃത്ത് എത്ര മോശം കൂട്ടുകാരനാണ്. അങ്ങനെയുള്ള പൈശാചിക ബോധങ്ങളെ, ചിന്തകളെയല്ല നിങ്ങൾ കൂട്ടുകാരായി സ്വീകരിക്കേണ്ടത്, കൂട്ടേണ്ടത് എന്നാണ് വിശുദ്ധ ഖുർആൻ വിശ്വാസികളായ നമ്മെ ഉണർത്തുന്നത്. അതുകൊണ്ട് ഈ കാര്യമാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. അദ്ദേഹം പറയുന്നു, ഖാല റജുലുൻ, ഒരാൾ വന്നുകൊണ്ട് റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഇന്നി അഖിഫുൽ മൗഖിഫ ഉരീദു വജ്ഹല്ലാഹ്, എൻ്റെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ പ്രീതി നേടണമെന്ന ഉദ്ദേശത്തോടു കൂടി ഞാൻ ഒരു നിലപാടെടുക്കുന്നു.
എൻ്റെ ജീവിതത്തിൽ അഖിഫുൽ മൗഖിഫ്, ഞാനൊരു നിലപാടെടുക്കുന്നത് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കൂലി എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. അതോടൊപ്പം തന്നെ ഉരീദു അൻ യുറൽ മൗതിനി, നാട്ടുകാരും ഈ കാര്യം അറിയണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്പനേരം ഒന്ന് മൗനം പൂണ്ടു നിൽക്കുന്നതിനിടയിൽ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം വഹിയുമായി വരികയാണ്. ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹൻ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി, മരണാനന്തര ജീവിതത്തിൽ അള്ളാഹുവുമായുള്ള തിരുമുൽ കാഴ്ച വല്ലവനും ആഗ്രഹിക്കുന്നുവെങ്കിൽ, അള്ളാഹുവിനെ നേർക്കുനേരെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് വിശ്വാസികൾ. അങ്ങനെയുള്ളൊരു ലിഖാഉർ റബ്ബ്, ലിഖാഉല്ലാഹ് മരണാനന്തര ജീവിതത്തിൽ നമുക്ക് സംഭവിക്കുക തന്നെ ചെയ്യും. അങ്ങനെ അള്ളാഹുവിനെ നല്ല നിലയിൽ കണ്ടുമുട്ടണമെന്ന് വല്ലവനും ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്ത് വേണം? ഫലിയഅമൽ അമലൻ സ്വാലിഹ, നല്ല സ്വാലിഹായ അമലുകൾ അവൻ ചെയ്യണം. അവൻ അമൽ ചെയ്യുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം? വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ, അല്ലാഹുവിന് അവൻ സമർപ്പിക്കുന്ന ഇബാദത്തിൽ ഒരുത്തനെയും അവൻ പങ്കു ചേർക്കാൻ പാടില്ല, ശിർക്ക് ചെയ്യാൻ പാടില്ല എന്നർത്ഥം. ശിർക്കുൽ ഖഫീയ് വരെ നമ്മുടെ കർമ്മങ്ങളിലേക്ക് കടന്നു വരുന്നത് നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉപദേശങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്, വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾ നമ്മെ ഉണർത്തുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, നമ്മുടെ സ്വാലിഹായ അമലുകൾ, അത് ഒരിക്കലും ചവറുകളായി ധൂളികളായി അത് ഊതിയാൽ പാറുന്ന അവസ്ഥ അതിനുണ്ടാകാൻ പാടില്ല. നേരെ മറിച്ചോ, മിസ്കാലു ദർറത്ത് ഖൈർ നമ്മൾ ചെയ്യുകയാണെങ്കിലും അതിൻ്റെ നന്മ നാളെ പരലോകത്ത് നമുക്ക് ഉപകാരപ്പെടുന്ന വിധത്തിലാകണം. അങ്ങനെ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന, കൃത്യമായി അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഇബാദത്തുകൾ അനുഷ്ഠിക്കുന്ന സദ്വൃത്തരിൽ അവൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله عباد الله. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങളാവുന്നത്ര ജീവിതത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് പ്രവാചകചര്യകളെ, പ്രവാചകൻ്റെ മാതൃകകളെ ജീവിതത്തിൽ പരമാവധി പ്രാവർത്തികമാക്കാൻ പരിശ്രമിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടവരായി തീരാൻ നമ്മൾ സദാ ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിൻ്റെ കാര്യം പറഞ്ഞ സന്ദർഭത്തിൽ ഒരിക്കൽ സഹാബത്തിനോട് പറയുകയുണ്ടായി, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കാന ആഖിറു സമാൻ സ്വാറത്ത് ഉമ്മത്തി സലാസ ഫിറഖിൻ, അവസാന കാലമായിത്തീരുമ്പോൾ, ആഖിറുസ്സമാനായിത്തീരുമ്പോൾ എൻ്റെ സമുദായം 3 വിഭാഗങ്ങളായി തീരുമെന്നാണ്. 3 വിഭാഗം എന്ന് പറഞ്ഞാൽ അവരുടെ കർമ്മങ്ങളിൽ, അവരുടെ മനസ്ഥിതികളിൽ 3 തരക്കാരായി തീരും. ഒന്ന് ഫിർഖത്തുൻ യഅ്ബുദൂനല്ലാഹ ഖാലിസ, നിഷ്കളങ്കരായി അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന ഒരു ടീം ഈ ഉമ്മത്തിലുണ്ടാകും. വഫിർഖത്തുൻ യഅ്ബുദൂനല്ലാഹ റിയാഅൻ, പേരിനും പെരുമക്കും വേണ്ടി, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഇതേപോലെയുള്ള ഇബാദത്തുകൾ ചെയ്യുന്ന ഒരു ടീം എൻ്റെ ഉമ്മത്തിനുണ്ടാകും. വഫിർഖത്തുൻ യഅ്ബുദൂനല്ലാഹ ലിയസ്തഖിലൂ ബിഹിന്നാസ്, ജനങ്ങളെ സാമ്പത്തിക ചൂഷണം നടത്താൻ വേണ്ടി ഈ ഇബാദത്തുകളൊക്കെ ചെയ്യുന്ന ഒരു വിഭാഗവും എൻ്റെ ഉമ്മത്തിലുണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇസ്തഖല എന്ന് പറഞ്ഞാൽ അന്യ ആളുകളെ വഞ്ചിച്ചുകൊണ്ട് സ്വത്ത് കൈക്കലാക്കാൻ ശ്രമിക്കുന്ന ഒരു മനോഗതി എന്നാണ്. അവസാനം പറഞ്ഞ വിഭാഗം അതാണ്. രണ്ടാമത്തെ വിഭാഗം റിയാഇന് വേണ്ടി,
ആളുകൾക്കിടയിൽ വലിയ ആളായാൽ മതി. മൂന്നാമത്തെ വിഭാഗം ഇബാദത്ത് ചെയ്യുന്നത്, അവർ നല്ല നമസ്കാരത്തിൽ ശ്രദ്ധാവല്ലുക്കളായിരിക്കും, മറ്റ് ഇബാദത്തുകളൊക്കെ ചെയ്യുന്നുണ്ടാകും, പള്ളിയിൽ സജീവമായിരിക്കും, നോമ്പിനും നോമ്പ് തുറക്കൊക്കെ അവരെമ്പാടും വരുന്നുണ്ടാകും. മൊത്തത്തിൽ ആൾക്കാർക്കിടയിൽ സമൂഹത്തിൽ അവനൊരു ഭക്തനാണ് എന്ന തോന്നൽ ജനിപ്പിച്ചതിന് ശേഷം എന്ത് ചെയ്യും? അന്യരെ സാമ്പത്തികമായി ചൂഷണം ചെയ്യും ഇതിൻ്റെ പേരിൽ. അപ്പോൾ തൻ്റെ ഭക്തിയും ഭക്തി പ്രകടനവുമൊക്കെ അന്യരെ സാമ്പത്തികമായി ചൂഷണം ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നൊരു ടീമും എൻ്റെ ഉമ്മത്തിലുണ്ടാകും എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും ആ കാര്യത്തെ ഗൗരവതരമായി തന്നെ കാണേണ്ടതുണ്ട് എന്നതാണ് ഈ സന്ദർഭത്തിൽ ഉണർത്താനുള്ളത്. അന്ത്യദിനത്തിൽ ഇവരെ മൂന്ന് വിഭാഗത്തെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അള്ളാഹു ചോദിക്കുന്ന കാര്യങ്ങൾ തുടർന്ന് ഹദീസിൽ വിശദീകരിക്കുന്നുണ്ട്. ഫൈദാ ജമഅഹുമുല്ലാഹു യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെയൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഖാല ലില്ലദീ യസ്തഅകിലു നാസ്, ഇങ്ങനെ അന്യരെ വഞ്ചിച്ചുകൊണ്ട് ജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് ജീവിക്കാൻ വേണ്ടി ഇബാദത്ത് ചെയ്തിരുന്ന ഈ ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, മാദാ അറത്ത ബി ഇബാദത്തി, എനിക്ക് ഇബാദത്ത് ചെയ്യുമ്പോൾ എന്തായിരുന്നു മനുഷ്യ നീ ഉദ്ദേശിച്ചിരുന്നത്? വഇസ്സതിക വജലാലിക അസ്തഅകിലു ബിഹന്നാസ്, അള്ളാഹിന്റെ മുമ്പിൽ അവർക്ക് സത്യം മറച്ചു വെക്കാൻ കഴിയില്ല. അള്ളാഹുവേ, ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് അതിലൂടെ ജനങ്ങളുടെ മനസ്സിലേക്ക് ഞങ്ങളുടെ ഇബാദത്ത് മുഖേന ഞങ്ങൾ അടുത്തു. അങ്ങനെ അവരെ വഞ്ചിച്ചും ചതിച്ചും അവരിൽ ചൂഷണം ചെയ്തുകൊണ്ടുമൊക്കെ ഞങ്ങൾ സാമ്പത്തികമായി അവരിൽ നിന്ന് നേട്ടങ്ങൾ നേടിയുമൊക്കെ ഞങ്ങൾ ജീവിച്ചു. ഖാല ലം യൻഫഉക മാ ജമഅത്, അല്ലാഹ് പറയും, നീ ആ ഒരുമിച്ച് കൂട്ടിയതൊന്നും നിനക്കൊരു ഉപകാരവും ചെയ്യാത്തൊരു ദിവസമാണിത്. ഇൻതലിഖൂ ബിഹി ഇലന്നാർ, അതുമായി അവനെ നരകത്തിലേക്ക് കൊണ്ടുപോകൂ എന്നാണ് അവനെക്കുറിച്ച് പറയുക എന്നാണ്. സുമ്മ യഖൂലു ലില്ലദീ യഅ്ബുദു റിയാഅൻ, മാന്യത്തിന് വേണ്ടി പേരിനും പെരുമക്കും വേണ്ടി ഇങ്ങനെ ഇബാദത്ത് ചെയ്ത ആളോടും അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, മാ അറത്ത ബി ഇബാദത്തി, നിങ്ങൾ എന്തേ എനിക്ക് ഇബാദത്ത് ചെയ്തപ്പോൾ ഉദ്ദേശിച്ചിരുന്നത്? അവർ പറയും, റിയാ അന്നാസ്, ഞങ്ങൾ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയായിപ്പോയി റബ്ബേ, ഞങ്ങളുടെ ഇബാദത്തുകളും കർമ്മങ്ങളുമൊക്കെ. ലം യസ്ഉദു ഇലയ്യ മിൻഹു, അല്ലാഹ് പറയും, നിങ്ങൾ ചെയ്ത ആ കർമ്മങ്ങളൊന്നും എൻ്റെ അരികിലേക്ക് ഉയർന്നു വന്നിട്ടില്ല. സൽക്കർമ്മങ്ങൾ ഉയർത്തപ്പെട്ട സന്ദർഭത്തിൽ അതൊക്കെ ആളുകളുടെ മനസ്സിൽ നിന്റെ വിചാരത്താൽ തന്നെ വിതറപ്പെട്ടു പോയിട്ടുണ്ട്. നിനക്ക് അവർക്കിടയിൽ നല്ല സ്ഥാനവും മാനവും അംഗീകാരവും പെരുമയൊക്കെ കിട്ടിയിട്ടുണ്ട്. അതല്ലേ നീ ആഗ്രഹിച്ചത്. ഇങ്ങോട്ടൊന്നും ആഗ്രഹിക്കാത്തത് കൊണ്ട് ഇവിടെ നിനക്ക് അതിന് പ്രതിഫലമില്ല. ഇൻതലിഖൂ ബിഹി ഇലന്നാർ, അവനെയും നരകത്തിലേക്ക് അതുകൊണ്ട് കൊണ്ടുപോകുമെന്നാണ്. സുമ്മ യുഖാലു ലില്ലദീ കാന യഅ്ബുദു സാലിസ, നിഷ്കളങ്കമായി അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്ത സുഹൃതങ്ങളിൽ ഏർപ്പെട്ട മനുഷ്യനോട് അല്ലാഹ് ചോദിക്കും, നീ എന്താണ് ഉദ്ദേശിച്ചത്? അപ്പോൾ അവൻ പറയും, ബിഇസ്സതിക വജലാലിക അൻത അഅലമു ബിദാലിക മിന്നി, പടച്ചോനെ, എന്നേക്കാൾ കൂടുതൽ എൻ്റെ മനസ്സ് നിനക്കറിയാമല്ലോ റബ്ബേ, ഞാൻ എന്താണ് അതുകൊണ്ട് വിചാരിച്ചിരുന്നത് എന്ന്. അറത്തു ബിഹി ദിക്റക വവജ്ഹക, നിന്റെ പ്രീതിയും നിന്റെ പൊരുത്തവും നിന്റെ പ്രതിഫലവും നിന്നെക്കുറിച്ചുള്ള സ്മരണയും എൻ്റെ മനസ്സിൽ നിലനിൽക്കണം എന്നാണ് റബ്ബേ ഞാൻ ആഗ്രഹിച്ചത്. അല്ലാഹ് പറയും, സ്വദഖ അബ്ദി, എൻ്റെ ഈ അടിമയാണ് സത്യം പറഞ്ഞിട്ടുള്ളത്. ഇൻതലിഖൂ ബിഹി ഇലൽ ജന്ന, ഇവനെ നിങ്ങൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകൂ എന്ന് പറയുമെന്നാണ്. ഇങ്ങനെ നമ്മുടെ വെളുവെളുത്ത മനസ്സുമായി വിശുദ്ധമായ ഹൃദയവുമായി അങ്ങനെ ആരിലും പങ്കുചേർക്കാത്ത കർമ്മങ്ങളുമായി തൗഹീദിൽ അധിഷ്ഠിതമായ നമ്മുടെ സൽക്കർമ്മങ്ങളുമായിട്ടാണ് നമുക്ക് അള്ളാഹുവിൻ്റെ അരികിലേക്ക് എത്തേണ്ടതും അത് മുഖേന സ്വർഗത്തിലേക്ക് പോകേണ്ടതും. അങ്ങനെ അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ ചെറുതും വലുതും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒക്കെ പല തെറ്റുകളും വന്നു പോയിട്ടുണ്ട്. ഞങ്ങളുടെ മനസ്സിൻ്റെ മന്ത്രങ്ങൾ അറിയുന്നവനെ, ഞങ്ങളുടെ ജീവനാടിയേക്കാൾ ഞങ്ങളോട് സമീപസ്ഥനായിട്ടുള്ളവനെ, ഞങ്ങളുടെ എല്ലാ പാപങ്ങളും നിന്റെ കൃപ കൊണ്ട് കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ.
ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള പ്രിയപ്പെട്ടവരായ ഞങ്ങളുടെ മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും ഇഷ്ടജനങ്ങളും അവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ. ഞങ്ങൾക്കിടയിൽ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് നിന്റെ എല്ലാ അനുഗ്രഹങ്ങളും സൗഭാഗ്യവും നീ അവരിൽ ചൊരിഞ്ഞു കൊടുക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ ഇണകളിലൂടെ മക്കളിലൂടെ ഞങ്ങൾക്ക് നീ കൺകുളിർമ പ്രദാനം ചെയ്യണമേ. ഞങ്ങൾക്കിടയിലെ രോഗികൾക്ക് രോഗത്തിന് ശിഫയും ശമനവും സൗഖ്യവും സമാധാനവും നൽകി നീ അനുഗ്രഹിക്കണമേ. ജീവിതായോധനത്തിന് വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന ഞങ്ങളുടെ തൊഴിലുകളിലും കൃഷിയിലും കച്ചവടങ്ങളിലും ഞങ്ങളുടെ എല്ലാ ഏർപ്പാടുകളിലും അല്ലാഹുവേ നീ ബർക്കത്ത് ചൊരിയണമേ. ഞങ്ങളുടെ എല്ലാ ഏർപ്പാടുകളും ഹലാലായ രൂപത്തിലാക്കി തീർക്കാൻ നിന്റെ തൗഫീഖ് ഞങ്ങൾക്ക് പ്രത്യേകമായി നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.